ഇനിയാണ് തരുൺമൂർത്തി സൂക്ഷിക്കേണ്ടത്. ആര് സിനിമ പിടിക്കണമെന്ന് ചിന്തിച്ചാലും സംവിധാനത്തിന് തരുൺമൂർത്തി തന്നെ വേണം. തുടരും സിനിമ നേടിയ വിജയത്തെക്കുറിച്ചും സംവിധായകൻ തരുൺമൂർത്തിയെക്കുറിച്ചും സംസാരിക്കുകയാണ് സംവിധായകൻ ശാന്തിവിള ദിനേശ്. തൻ്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് അദ്ദേഹം മനസ്സ് തുറക്കുന്നത്. തുടരും സിനിമ വലിയ വിജയമായതോടെ സൂപ്പർ താരങ്ങളുടെയെല്ലാം ഓപ്പൺ ഡേറ്റ് തരുൺമൂർത്തിക്ക് ലഭിച്ചെന്നാണ് ശാന്തിവിള ദിനേശ് പറയുന്നത്. തരുൺമൂർത്തി ഇനി അങ്ങോട്ട് വളരെ സൂക്ഷിച്ച് നീങ്ങണമെന്ന ഉപദേശവും അദ്ദേഹം നൽകുന്നു. ഇല്ലെങ്കിൽ അത് തരുണിൻ്റെ കരിയറിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. വലിയ വിജയമായ ഒരു സിനിമ വന്നാൽ ആ സിനിമയുമായി സഹകരിച്ചവർക്കൊക്കെ പുതിയ ഓഫറുകൾ കൊണ്ട് നിന്നു തിരിയാൻ പറ്റാതാവും. ഏതു സ്വീകരിക്കണമെന്ന് അറിയാത്ത കൺഫ്യൂഷനിലാകും അവർ. കേരളത്തിൽ നിന്ന് മാത്രം 100 കോടി നേടിയ സിനിമയായി മാറുകയാണ് തരുൺമൂർത്തിയുടെ തുടരും. ഇന്ത്യയെ മാറ്റി നിർത്തി മറ്റ് രാജ്യങ്ങളിൽ നിന്നായി 93 കോടി നേടിയെന്നാണ് റിപ്പോർട്ട്. പാട്ട് 3 കോടിക്കടുത്ത് നൽകിയാണ് സോണി ലൈവ് വാങ്ങിയത്. 10 വർഷം സംവിധാനം ചെയ്താലും തീരാത്തത്ര ഓഫറുകളാണ് തരുൺമൂർത്തിക്ക് വരുന്നതെന്നാണ് ഞാൻ അറിഞ്ഞത്. കേട്ടപ്പോൾ അതിശയം തോന്നി. മറ്റൊരു സിനിമ കൂടി ചെയ്യാൻ മോഹൻലാൽ ഓപ്പൺ ഡേറ്റ് കൊടുത്തിട്ടുണ്ടത്രേ. സൂര്യ, ദുൽഖർ സൽമാൻ, കാർത്തി, ശിവകാർത്തികേയൻ, ദിലീപ് അടക്കമുള്ളവരെല്ലാം തരുൺമൂർത്തിക്ക് ഓപ്പൺ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആര് സിനിമ പിടിക്കണമെന്ന് ചിന്തിച്ചാലും സംവിധാനം ചെയ്യാൻ തരുൺമൂർത്തി തന്നെ വേണമെന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ. അതാണ് സിനിമയുടെ ശാപമെന്ന് ഞാൻ പറയുന്നത്. ഇനി ശരിക്കും സൂക്ഷിക്കേണ്ടത് തരുൺമൂർത്തിയാണ്. കാരണം അടുത്തതായി സംവിധാനം ചെയ്യുന്ന സിനിമ തുടരും സിനിമയുടെ പകുതി വിജയമെങ്കിലും നേടിയില്ലെങ്കിൽ തരുൺമൂർത്തിക്കാവും അതിൻ്റെ അപകടം. ഇവരെല്ലാം മുങ്ങിക്കളയും. പിന്നെ വിളിച്ചാൽ ഫോൺ പോലും എടുക്കുകയില്ല. ഒരുപാട് ആലോചിച്ചതിന് ശേഷം മാത്രമേ ഓരോ സിനിമയും ചെയ്യാവൂ. ശാന്തിവിള ദിനേശ് പറയുന്നു.